ഹായ്, ഞാനിവിടെ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ UP സെക്ഷനിൽ കുമരകത്തുള്ള സ്കൂളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടുത്തെ 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് കോക്കനട്ട് ലഡു ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റേഷനിലോട്ട് പോവാം. സാധാരണ ലഡു ഒക്കെ ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. അപ്പം ഇവിടെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള തേങ്ങ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ലഡു ഉണ്ടാക്കുക, അത് ഭയങ്കര മോയ്സ്ചറായിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് അതിനെ ഒന്ന് ചൂടാക്കി കുറച്ച് കിസ്മിസും നട്ട്സും ഒക്കെ ഇട്ട് അതിനെ ഒന്ന് ശരിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ നെയ്യ് എടുത്ത് ഒഴിക്കുക. കാഷ്യൂനട്ട് ഒന്ന് വറുത്ത് കോരാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് നമുക്ക് വേണ്ടത്. ഇതിനകത്തോട്ട് തന്നെ നമ്മൾ ഈ കിസ്മിസും കൂടെ ഇട്ട് ഒരുമിച്ച് വറുത്ത് കോരുക. ഇതിപ്പോൾ ആയിട്ടുണ്ട്, നമ്മളിത് എടുക്കുകയാണ്. കശുവണ്ടിയും കിസ്മിസും നമ്മൾ വറുത്ത് വെച്ച് കഴിഞ്ഞു. അതിലോട്ട് നമ്മൾ അതേ സെയിം നെയ്യിലോട്ട് നമ്മൾ ഈ ചിരണ്ടി വെച്ച തേങ്ങയും കൂടെ ചേർത്തു. ഇത് 2.5 തേങ്ങയുടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 30 ലഡു ഇതിനകത്ത് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. തേങ്ങ ഒന്ന് നല്ലോണം മൂത്ത് വരണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ തേങ്ങ ഒന്ന് നല്ലോണം റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ റോസ്റ്റായി വന്നതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് റവയും കൂടെ ആഡ് ചെയ്യുകയാണ്. റവയും തേങ്ങയും കൂടെ നല്ലോണം നമ്മൾ ഒന്നും കൂടെ റോസ്റ്റ് ചെയ്യണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ റോസ്റ്റിംഗ് കൺസിസ്റ്റൻസി മനസ്സിലാക്കാൻ പറ്റും. ഈ തേങ്ങയും റവയും വറുത്ത് വരുന്ന സമയത്തിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഏലക്ക ഒന്ന് പൊടിച്ചു വെക്കാം. റവയും തേങ്ങയും നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഈ മൂത്ത് വന്നതിനകത്തോട്ട് നമ്മളൊരു 300 ഗ്രാംസ് ഷുഗറാണ് ഇതിനകത്ത്, ഗ്രെയിൻ ഷുഗറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 300 ഗ്രാംസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഷുഗർ ആഡ് ചെയ്യുമ്പം ഫ്ലെയിം കുറച്ച് ചെറുതാക്കി വെക്കുക, കാരണം ഇത് വേഗം മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പഞ്ചസാരയും തേങ്ങയും റവയും എല്ലാം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യുക. ഒരു ചെറു ചൂടിൽ തന്നെയാണ് നമ്മളിത് ഉരുട്ടി ഷേപ്പാക്കി വെക്കുന്നത്. അപ്പം നമ്മുടെ സ്വീറ്റ് ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള കോക്കനട്ട് ലഡു റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുട്ടികളുടെ അടുത്തോട്ട് പോവാം.
എന്തായാലും ഇന്ന് ഹാപ്പിയാണ്, ഞാനും വളരെയധികം ഹാപ്പിയാണ്. അപ്പം അടുത്ത പ്രാവശ്യം ഇനിയും പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.